നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചെറിയൊരു സമാധാന സൂചനയാണ് ഇപ്പോൾ നെതന്യാഹു നൽകിയിരിക്കുന്നത്. ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവിഷ്കരിച്ച 20 നിർദ്ദേശങ്ങൾ അടങ്ങിയ സമാധാന പദ്ധതി അംഗീകരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു 72 മണിക്കൂറിനുള്ളിൽ ഹമാസ് മറുപടി പറയണമെന്നും അങ്ങനെയെങ്കിൽ ആ നിമിഷം യുദ്ധം അവസാനിക്കുമെന്നും ട്രംപ് അറിയിച്ചിരിക്കുകയാണ്. മുഴുവൻ ബന്ദികളെയും ഉടൻ മോചിപ്പിക്കണം. ട്രംപും നെതന്യാഹുവും വൈറ്റ് ഹൌസിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ട്രംപിന്റെ നേതൃത്വത്തിലെ ബോർഡിനാണ് പദ്ധതിയുടെ മേൽനോട്ടം. ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ അംഗമാകും. ഗാസയിൽ ഹമാസിന്റെ സൈനിക ഭരണശേഷി ഇല്ലാതാക്കുക, ഗാസയുടെ പുനർനിർമ്മാണം, മാനുഷിക സഹായം തുടങ്ങിയ നിർദ്ദേശങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ഹമാസിനെ അനുനയിപ്പിക്കേണ്ട ചുമതല ട്രംപ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കും കൈമാറിയിട്ടുണ്ട്. ഹമാസ് വിസമ്മതിച്ച ഇസ്രായേൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും പശ്ചിമേഷ്യയിൽ സമാധാനം എത്തുമോ എന്നുള്ള ചോദ്യം വീണ്ടും ഉയരുകയാണ്. ഗാസ വെടിനിർത്തലിന് അമേരിക്ക തയ്യാറാക്കിയ പദ്ധതി അംഗീകരിച്ച് ഇസ്രായേൽ അനുകൂലമായി പ്രതികരിച്ചു. ജനം അറിയേണ്ടത് ഹമാസിന്റെ തീരുമാനമാണ്. വൈറ്റ് ഹൌസിൽ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് പ്രഖ്യാപനം നടത്തിയത്. ഗാസയിൽ നിന്നും ഹമാസിനെ പൂർണ്ണമായി ഒഴിവാക്കുന്നതാണ് അമേരിക്കൻ പദ്ധതി. ഗാസയിലെ 2 വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് സമാധാന പദ്ധതി. ബന്ദികളുടെ മോചനം, ഗാസയിൽ നിന്നുള്ള ഇസ്രായേലി പിന്മാറ്റം, ഹമാസിന്റെ കീഴടങ്ങൽ നിബന്ധനകൾ, പലസ്തീൻ പ്രദേശങ്ങൾ താൽക്കാലികമായി ഭരിക്കുന്നതിന് നോൺ പൊളിറ്റിക്കൽ സമിതി രൂപീകരണം, ഗാസയ്ക്ക് മാനുഷിക സഹായത്തിനുള്ള പദ്ധതി എന്നിവ ഉൾപ്പെടുന്നതാണ് സമാധാന പദ്ധതി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വൈറ്റ് ഹൌസിലെത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിച്ചതിന് പിന്നാലെയാണ് സമാധാന പദ്ധതി പുറത്തിറക്കിയത്. മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ ഇരുവരും തയ്യാറായില്ല. അതേസമയം ട്രംപിന്റെ ഗാസ വെടിനിർത്തൽ പദ്ധതി രേഖാമൂലം ലഭിച്ചിട്ടില്ലെന്നാണ് ഹമാസ് പ്രതികരിച്ചിരിക്കുന്നത്. ജനുവരിയിൽ ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ 4ാം US സന്ദർശനമാണിത്. ഗാസ വെടിനിർത്തലിലെ US തയ്യാറാക്കിയ പദ്ധതിയിലുള്ള ചർച്ചയ്ക്കാണ് നെതന്യാഹു വൈറ്റ് ഹൌസിലെത്തിയത്. മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ട്രംപിന്റെ പദ്ധതിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. യുദ്ധം ഉടനടി അവസാനിപ്പിക്കാനും എല്ലാ ബന്ദികളെയും തിരികെ കൊണ്ടുവരാനും ഇസ്രായേലി സുരക്ഷയ്ക്കും പാലസ്തീന്റെ വിജയത്തിനും സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനുമാണ് സമാധാന പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. അടിയന്തര വെടിനിർത്തൽ, ഹമാസിന്റെ നിരായുധീകരണം, ഇസ്രായേൽ പിൻവാങ്ങൽ എന്നിവ ആവശ്യപ്പെടുന്ന സമാധാന പദ്ധതി അംഗീകരിച്ചതിന് നെതന്യാഹുവിനോട് ട്രംപ് നന്ദി പറഞ്ഞു. നേരത്തെ ട്രംപുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തുന്നതിന് മുന്നോടിയായി ഖത്തറിൽ നടത്തിയ ആക്രമണത്തിലും ബെഞ്ചമിൻ നെതന്യാഹു മാപ്പ് ചോദിച്ചിരുന്നു. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് കഴിഞ്ഞ മാസം ദോഹയിൽ നടത്തിയ വ്യോമാക്രമണത്തിനാണ് നെതന്യാഹു ഖത്തറിനോട് മാപ്പ് പറഞ്ഞത്. ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽത്താനിയെ ഫോണിൽ വിളിച്ചാണ് ഖത്തറിന്റെ പരമാധികാരത്തിന് മേൽ നടത്തിയ കടന്നുകയറ്റത്തിന് നെതന്യാഹു മാപ്പ് പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് പുതിയ പദ്ധതി പ്രഖ്യാപനം. ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതും നിർണായകമാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ പദ്ധതിയെ പിന്തുണയ്ക്കുന്നു. ഗാസയ്ക്ക് യാഥാർത്ഥ്യബോധ്യമുള്ള പാത ഒരുക്കുന്നതാണ് ട്രംപിന്റെ പദ്ധതി. യുദ്ധത്തിൽ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതാണ് ആ പദ്ധതി. ഗാസയിൽ സമാധാനപരമായ സിവിലിയൻ ഭരണം ഉണ്ടാകും. ഹമാസിനെ നിരായുധീകരിക്കും. ഗാസയെ സൈനിക മുക്തമാക്കും. ഹമാസിനെ നിരായുധീകരിക്കുന്നതിന്റെ വ്യാപ്തിക്കനുസരിച്ച് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറും. ഗാസ ഒരു പരിവർത്തനത്തിന് വിധേയമാകാതെ പലസ്തീൻ അതോറിറ്റിക്ക് അവിടെ ഒരു പങ്കും നിർവഹിക്കാൻ കഴിയില്ല. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിലും മധ്യപൂർവ്വ ദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമാണ്. ഒക്ടോബർ 7 മറക്കില്ല. ഇസ്രായേലിനെ ആക്രമിച്ചാൽ സമാധാനം ഉണ്ടാകില്ലെന്നും ആ ദിനത്തിന് ശേഷം ശത്രുക്കൾക്ക് മനസ്സിലായിട്ടുണ്ട്. ട്രംപിന്റെ വെടിനിർത്തൽ പദ്ധതി ഹമാസ് നിരസിച്ചാൽ ഇസ്രായേൽ അതിന്റെ ജോലി പൂർത്തിയാക്കുമെന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. നിർദ്ദേശങ്ങൾ ഇസ്രായേൽ ഔദ്യോഗികമായി അംഗീകരിച്ച് 72 മണിക്കൂറിനകം മുഴുവൻ ബന്ദികളെയും ഹമാസ് മോചിപ്പിക്കണം. ഗാസയുടെ പുനർനിർമ്മാണത്തിന് തന്റെ അധ്യക്ഷതയിൽ ഇടക്കാല രാജ്യാന്തര സമിതി രൂപീകരിക്കും. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ അതിൽ അംഗമാകും. മറ്റംഗങ്ങളുടെ പേരുകൾ അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. ഹമാസിനും മറ്റ് ഭീകര സംഘടനകൾക്കും സമിതിയിലോ ഗാസയുടെ ഭാവി ഭരണത്തിലോ നേരിട്ടോ അല്ലാതെയോ ഒരു നിലയിലും യാതൊരു പങ്കുമുണ്ടാകില്ല. ഗാസയിലെ സഹായ വിതരണം UN റെഡ് ക്രസന്റ് ഉൾപ്പെടെ ഏജൻസികൾ വഴി നടത്തും. ഗാസയിൽ നിന്ന് ആരെയും പുറത്താക്കില്ല. പദ്ധതി പ്രകാരം അറബ് രാജ്യങ്ങൾ ഗാസയെ സൈനിക മുക്തമാക്കാനും ഹമാസിന്റെ മറ്റെല്ലാ ഭീകര സംഘടനകളുടെയും സൈനിക ശേഷി ഇല്ലാതാക്കാനും പ്രതിജ്ഞാബദ്ധമാകും. ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് ഘട്ടം ഘട്ടമായി പിന്മാറും.
നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചാൽ ഇസ്രായേൽ ആക്രമണം നിർത്തിവെക്കും. ഹമാസിൽ നിന്ന് ഏറ്റവും ശുഭകരമായ മറുപടി ലഭിക്കുമെന്നാണ് വിശ്വാസം. വെടിനിർത്തൽ പദ്ധതി ഹമാസ് നിരസിച്ചാൽ ഹമാസിന്റെ ഭീഷണി ഇല്ലാതാക്കുകയെന്ന ജോലി പൂർത്തിയാക്കാൻ ഇസ്രായേലിന് അവകാശമുണ്ട്. അതിന് US പൂർണ്ണ പിന്തുണ നൽകും. പാലസ്തീൻ രാഷ്ട്രത്തോടുള്ള എതിർപ്പിൽ നെതന്യാഹുവിന് വ്യക്തതയുണ്ടെന്നും ട്രംപ് പറഞ്ഞു. പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച രാജ്യങ്ങളുടെ നിലപാടിനെ അവിവേകമെന്ന് ട്രംപ് വിമർശിച്ചു. ഗാസ യുക്രൈൻ യുദ്ധങ്ങൾ ഉടൻ അവസാനിപ്പിക്കുമെന്നും ട്രംപ് മുൻപ് നടത്തിയ അവകാശവാദങ്ങൾ എങ്ങുമെത്താത്ത സാഹചര്യത്തിലായിരുന്നു നെതന്യാഹുവുമായി നടന്ന ചർച്ച. വെടിനിർത്തൽ കരാറിന് അടുത്തെത്തിയെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഖത്തറിലെ ആക്രമണത്തോടെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേൽ ഒറ്റപ്പെടുന്ന സ്ഥിതി രൂപപ്പെട്ടിരുന്നു. 26-ന് UN പൊതുസഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിക്കാൻ എഴുന്നേറ്റതിന് പിന്നാലെ ഭൂരിപക്ഷം രാജ്യങ്ങളുടെയും പ്രതിനിധികൾ കൂക്കി വിളിക്കുകയും സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. ഇതെല്ലാം അമേരിക്കയെ അതിവേഗ തീരുമാനങ്ങളിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചു. ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ നെതന്യാഹു ഖേദം പ്രകടിപ്പിച്ചു. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയെ ഫോണിൽ വിളിച്ചു പരമാധികാരം ലംഘിച്ചതിൽ ഖേദം അറിയിച്ചത്. സംഭവം ആവർത്തിക്കില്ലെന്നും അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട്. ഈ മാസം 9-നാണ് ദോഹയിലെ ഹമാസ് ആസ്ഥാനത്ത് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. 5 ഹമാസ് അംഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു. ഗാസയ്ക്കായുള്ള തങ്ങളുടെ 20-ദിന സമാധാന പദ്ധതി അംഗീകരിച്ചില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടാൻ തയ്യാറാവണമെന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് ട്രംപും നെതന്യാഹുവും. അതേസമയം ഹമാസുമായി കൂടിയാലോചനകൾ നടത്തിയിട്ടില്ല എന്നതും അവരുടെ വ്യവസ്ഥകൾ ചർച്ച ചെയ്തില്ല എന്നതും വ്യക്തമാണ്. ഈ വിഷയത്തിൽ ഹമാസിന് ഒരു തെരഞ്ഞെടുപ്പിനുള്ള അവസരം നൽകില്ല എന്ന വാദത്തോടെയാണ് സമാധാന പദ്ധതി ഇസ്രായേൽ അംഗീകരിച്ചത്. ഹമാസ് ഉടമ്പടി അംഗീകരിച്ചാൽ 72 മണിക്കൂർ മാത്രമാണ് സമയം. അതിനുള്ളിൽ ബന്ദികളെല്ലാം മോചിപ്പിക്കുമെന്നും ട്രംപ് ഉറപ്പു നൽകി. ഹമാസിനോട് ആയുധം വെച്ച് കീഴടങ്ങാനും ഗാസ ഭരണകൂടം ഉപേക്ഷിക്കാനും ആവശ്യപ്പെട്ടുള്ള നിബന്ധനകളാണ് ഇതിലുള്ളത്. ഇന്നലെയോടെ ഇസ്രായേൽ ടാങ്കുകൾ ഗാസ നഗരത്തിന്റെ ഹൃദയഭാഗത്തേക്ക് കടന്നു ചെന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു വൈറ്റ് ഹൌസിൽ ചർച്ച നടന്നത്. ഏറ്റവും കടുത്ത യുദ്ധത്തിലേക്ക് ഇസ്രായേൽ പോകാൻ തീരുമാനിച്ചിരുന്നു. ഹമാസിന്റെ അവസാനത്തെ ഒളിത്താവളങ്ങൾ കൂടി തുടച്ചു നീക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും നെതന്യാഹു പറഞ്ഞിരുന്നു. 2023 ഒക്ടോബർ 7 മുതൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 65,000-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. 1,60,000-ലധികം പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഏതായാലും ഇനി ഇത് ഹമാസ് എത്രത്തോളം അംഗീകരിക്കും എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഏകപക്ഷീയമായിട്ടുള്ള ഒരു നീക്കം മാത്രമാണ്. അതായത് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അതാണ് ഇപ്പോൾ നെതന്യാഹു അംഗീകരിച്ചിരിക്കുന്നത്. അതിൽ ഹമാസിന് നിരായുധീകരണം നടത്തുക എന്നതടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇനിയുള്ള മറ്റുള്ള ബന്ദികളെ 72 മണിക്കൂർ മാത്രം സമയം തരും, അതിനുള്ളിൽ തിരികെ എത്തിക്കണം എന്നുള്ള ഒരു നീക്കം കടുപ്പിച്ചു തന്നെയാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എന്തായിരിക്കും ഹമാസ് ഇതിനോട് പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം.